ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. താമരയുടെ വിത്ത് അതായത് മഖാന കൊണ്ടുള്ള ഒരു പായസമാണ് ഇന്നുണ്ടാക്കുന്നത്. ഏറെ പോഷകഗുണങ്ങളുള്ള മഖാന എന്താണെന്നറിയാമോ? വറുത്ത താമര വിത്താണ് മഖാന. പ്രധാനമായും വടക്കേ ഇന്ത്യയിലാണ് ഇത് ഏറെ പ്രചാരത്തിലുള്ളത്. ഫോക്സ് നട്ട്സ്, യൂറിയൽ ഫൈറോക്സ്, താമര വിത്ത്, ഗോർഗോൺ നട്ട്സ്, ഫൂൽ മഖാന എന്നീ പേരുകളിലും മഖാന അറിയപ്പെടുന്നു. മഖാന ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ്. കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണ് മഖാന. എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും മഖാന ഗുണം ചെയ്യും. ആർത്രൈറ്റിസ് രോഗികൾ തീർച്ചയായും ഇത് കഴിക്കണം. കഠിനമായ വ്യായാമത്തിന് ശേഷവും നിങ്ങൾക്ക് മഖാന കഴിക്കാം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മഖാനയിൽ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടികൾ ഉണ്ടെന്നാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് മഖാന. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. സ്ത്രീകൾ മഖാന കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ മഖാന ഏറെ സഹായിക്കുന്നു. ആർത്തവ സമയത്ത് ഇവ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. ആർത്തവത്തിന് മുമ്പുള്ള ലക്ഷണങ്ങളെ നേരിടാനും ഇവ സഹായിക്കുന്നു. മഖാന സ്ത്രീവന്ധ്യതയ്ക്ക് ഒരു പരിഹാരമാണ്. മഖാനയുടെ പതിവ് ഉപയോഗം സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മഖാന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് വിശക്കുമ്പോൾ മഖാനകൾ കഴിക്കാം. ഇത് ആരോഗ്യത്തിന് ഗുണകരവും മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നവുമാണ്. ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകുകയില്ല, ശരീരഭാരം കുറയുകയും ചെയ്യും. ഇത്രയും പോഷകഗുണങ്ങൾ നിറഞ്ഞ മഖാന കൊണ്ട് നമ്മൾക്ക് പല വിഭവങ്ങളും തയ്യാറാക്കാം. ഇന്ന് വളരെ ഈസിയായി ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വയ്ക്കാം. അണ്ടിപ്പരിപ്പ്, ബദാം, നെയ്യ്, പഞ്ചസാര, ഏലയ്ക്ക, മഖാന. ഇത് നമ്മൾക്ക് പൊടിക്കാനാണ്. പാല്, വറുത്തിടുവാൻ കുറച്ച് മഖാന വേണം. പിന്നെ മുന്തിരിങ്ങ, ബദാം, നട്ട്സ് എന്നിവയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ആദ്യം ഒരു മിക്സി ജാറിൽ 1/2 കപ്പ് നട്ട്സും 1/2 കപ്പ് ബദാമും 1 കപ്പ് മഖാനയും ഇട്ട് പൊടിച്ചെടുക്കുക. എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രയും നൈസായി പൊടിക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു അടി കട്ടിയുള്ള ഒരു പാൻ വയ്ക്കുക. ഇനി പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. പാല് തിളവരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച ബദാമും നട്ട്സും മഖാനയും പൊടിച്ചതിട്ട് ഇളക്കുക. എല്ലാം ഒന്നിച്ചിടാതെ കുറേശ്ശെയായിട്ട് ഇളക്കിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പാൽ കുറുകി വരുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ട് പൊടിച്ചത് ചേർക്കാം. കുട്ടികൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പായസം സിമ്മിൽ വെച്ച് നമ്മൾക്ക് പായസത്തിനുള്ള നട്ട്സ് വറുത്തെടുക്കാം. ഇതിന് പാനിൽ 2 സ്പൂൺ നെയ്യൊഴിച്ച് നമ്മൾ ചെറുതായി നുറുക്കി വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് സിമ്മിൽ വറുക്കുക. സിമ്മിൽ വറുക്കുമ്പോഴാണ് കൂടുതൽ ക്രിസ്പിയായി കിട്ടുക. ഇനി 1/2 കപ്പ് മഖാന കൂടി ചേർത്ത് വറുക്കുക. അതിനുശേഷം കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് വറുക്കുക. ഇനി ഈ വറുത്ത ചേരുവകളെല്ലാം പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. ഏലയ്ക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാനാണ് പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൊഴുത്ത മഖാന പായസം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ കഴിക്കാറുള്ള പായസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രുചിയിൽ അതോടൊപ്പം ഒരുപാട് പോഷകഗുണങ്ങൾ നിറഞ്ഞ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. Thank you for watching and supporting.